കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ചേട്ടാ, പറഞ്ഞപ്പോ എന്നെ എന്തിനു നോക്കിക്കൊണ്ടിരിക്കുന്നത്? എപ്പോഴും വെക്കുന്നതല്ലേ? അതൊക്കെ ശരിയാ. ചന്ദ്രന് പ്രകാശം കൊടുക്കുന്ന സൂര്യൻ പകല് മാത്രമേ ഉദിക്കാറുള്ളൂ. എന്ന ആണുങ്ങള് രാത്രിയും സൂര്യോദയം കാണുന്നുണ്ട്, അറിയാമോ? അതായത് നിങ്ങൾ വെക്കുന്ന ഈ പൊട്ടിലൂടെ. പൊട്ടിലോ? 10,000 രൂപയുടെ പട്ടുസാരി ഉടുത്താലും ലക്ഷങ്ങളുടെ സ്വർണം കൊണ്ട് മൂടിയാലും ഇങ്ങനെ ഒരു ചെറിയ പൊട്ട് വെച്ചാലാണ് പെണ്ണുങ്ങളെ കാണാൻ നല്ല ഐശ്വര്യത്തോടെ ഇരിക്കും. ആണുങ്ങൾക്ക് ആയുസ് കൊടുത്ത് പെണ്ണിനെ ഇങ്ങനെ സുമംഗലിയായി വെക്കുന്നത് ഈ പൊട്ടല്ലേ? അതാ ഞാൻ നോക്കിയേ. എന്താ, എനിക്ക് നോക്കിക്കൂടെ? അപ്പോഴേക്കും നാണം വന്നു. എന്താടി എവിടെയാ പോയത്? അത് കുറച്ച് ജോലിയുണ്ട്, അതാ ഞാൻ പുറത്തേക്ക് പോയെ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ എന്നോട് പറയാതെ എവിടെയും പോരുതെന്ന്. സോറി മോളെ. എന്ത് സോറി? ഇനി എന്നോട് പറയാതെ എവിടെയെങ്കിലും പോയാലുണ്ടല്ലോ. ഓ ഓക്കേ ഓക്കേ. ഇന്ന് മുതൽ നിന്നോട് പറയാതെ ഞാൻ വീടിന്റെ കോമ്പൗണ്ട് പോലും കടക്കില്ല. എന്റെ നിഴൽ എന്നെ വിട്ടു പോയാലും ഞാൻ നിന്നെ വിട്ടു പോവില്ല. എന്താ, ഓക്കേ അല്ലേ? പ്രോമിസ്. കിളവി, എന്തു പറ്റി? ഹലോ. എന്തിനാടാ ഇങ്ങനെ പേടിപ്പിക്കുന്നേ? എന്താ, പേടിച്ചോയോ? നിങ്ങൾ പുലിയാണ് അമ്മൂമ്മേ. നിങ്ങളല്ലേ എല്ലാരും പേടിപ്പിക്കേണ്ടേ? നിങ്ങൾ പേടിക്കുന്നു. പോടാ. എന്താ ഇത്ര സീരിയസ് ആയിട്ട് ആലോചിക്കുന്നേ? ഓ, അപ്പൂപ്പ നിങ്ങളെ വിട്ടു പോയിട്ട് സ്വർഗത്തില് രമ്പയുടെ മേനകയുടെ കൂടെ. മതി, നിർത്തടാ. ദേ ഇങ്ങോട്ട് നോക്ക് കിളവി. സീരിയസ് ആയിട്ട് ഞാനൊരു കാര്യം പറയാ. നിങ്ങളെ കെട്ടിയോ നിങ്ങളെ വിട്ടിട്ട് പോയ പോലെ ഞാൻ നിങ്ങളെ വിട്ടിട്ട് എങ്ങും പോകാൻ പോകുന്നില്ല. ചാകുന്നവരെയും. അതാ, നിങ്ങൾ ചാകുന്നവരെയും നിങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഞാൻ കരയിപ്പിച്ചോണ്ടിരിക്കും. ഐ ലവ് യു അമ്മുമ്മേ. ഞാനും അങ്ങനെ. അയ്യടാ. അമ്മേ, 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 അമ്മേ. അച്ഛനെ യാത്രയാക്കിട്ട് വന്നൂടെ മോനെ?
നമ്മുടെ തലയിൽ എഴുത്ത് അങ്ങനെ ആയിപ്പോയി മോളെ. തലയിൽ എഴുതി വെച്ചിരിക്കുന്നത് മാറ്റാൻ ആർക്കും പറ്റില്ല. സമാധാനായിട്ടിരിക്കും. അമ്മൂമ്മയുടെ പേരക്കുട്ടിയെ തന്നെ എന്റെ ജീവിത പങ്കാളിയെ കിട്ടിയപ്പോ ഞാൻ എന്ത് സന്തോഷിച്ചെന്നറിയോ. ഇത്രയും നല്ലൊരു മനുഷ്യന് എന്റെ മേലുള്ള ദോഷം അദ്ദേഹത്തിന്റെ മേൽ പതിക്കുമെന്ന് ഞാൻ വിചാരിച്ചത് കൂടിയില്ല. എന്റെ ദോഷം അദ്ദേഹത്തിന് വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഞാൻ സുമംഗലയാണെന്ന് ഇങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ മൊത്തം എഴുന്നള്ളിക്കാതിരുന്നെങ്കിൽ ഇപ്പൊ ഇത്രയും നാണം കെടേണ്ട ആവശ്യമേ ഉണ്ടാവുമായിരുന്നില്ലല്ലോ. ഡേ, എന്തൊക്കെയാടി പറയുന്നേ? എന്തൊക്കെയാടി പറയുന്നേ? പാമ്പ് പൊട്ടുവെച്ചതുകൊണ്ട് ഇവളുടെ ഭർത്താവ് ജീവനോടെ ഉണ്ടെന്ന് വിചാരിച്ച് പൂജ ചെയ്ത് വെറ്റിലപ്പാക്കും കൊടുത്ത് വലിയ രീതിയിൽ ചടങ്ങുകളെല്ലാം ചെയ്തല്ലോ അല്ലേ? പാമ്പ് പൊട്ടുവെച്ചു എന്ന് വിചാരിച്ച് പുരുഷൻ ജീവനോടെ ഉണ്ടാവില്ല എന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞതല്ലേ? ഞാൻ പറഞ്ഞത് ആരെങ്കിലും അപ്പൊ അനുസരിച്ചോ? എന്താടി ഇങ്ങനെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നേ? ഞാൻ എന്താ വായി തോന്നിയത് പറഞ്ഞേ? തായത്ത് കൈ കെട്ടിന്ന് വെച്ച് ജാതകദോഷം ഒന്നും മാറില്ല. പാമ്പ് പൊട്ടുവെച്ചു എന്ന് വിചാരിച്ച് പോയവരാരും തിരിച്ചു വരില്ല. അതൊരു പക്ഷെ സത്യമാണെങ്കിൽ ഭർത്താവില്ലാത്ത എല്ലാ പെണ്ണുങ്ങളും സുമംഗലിയാവാൻ വേണ്ടി ഏതെങ്കിലും പൊറ്റിപ്പോയോ അല്ലെങ്കിൽ പാമ്പാട്ടിയുടെ അടുത്ത് പോയോ? അമ്മായി, നിങ്ങൾക്ക് എന്റെ ഏട്ട മരിച്ചതിൽ ഒരു വിഷമവും ഇല്ല. ഇത്രയും ദുഃഖത്തിലിരിക്കുന്ന ഞങ്ങളെ നിങ്ങൾക്ക് സമാധാനിപ്പിക്കണമെന്ന ഒരു ചിന്ത പോലും ഇല്ല. പാമ്പ് പൊട്ടുവെച്ചത് സത്യം തന്നെയാണ്. അപ്പൊ എന്റെ ചേട്ടൻ ജീവനോടെ തന്നെയല്ലേ ഇരുന്നത്? ഇപ്പോഴല്ലേ എന്റെ ഏട്ടൻ മരിച്ചുപോയത്? നിങ്ങളൊരു സ്ത്രീ തന്നെയല്ലേ? നിങ്ങളൊരു അമ്മയുടെ ഉദരത്തിൽ തന്നെയല്ലേ ജനിച്ചത്? പറഞ്ഞ ശരിയാ മോളെ. അതെന്താന്ന് വെച്ചാ ഞാൻ നീ ആയിരുന്നതുകൊണ്ട് സംസാരിച്ചത് മാത്രമേ ഉള്ളൂ. ഞാനായിരുന്നെങ്കിൽ അടിച്ച് പല്ലിയാൻ താഴെട്ടേനെ അവളെ. എന്തിനാ ഇങ്ങനെ എന്റെ നേരെ കൈ ഉയർത്തുന്നേ? നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണടി. മനസ്സിലാക്കോ പ്രാന്തി? സത്യം പറയുന്നവരെ ആർക്കും ഇഷ്ടപ്പെടൂല. ഈ വീട്ടിൽ ഞാൻ എന്ത് പറഞ്ഞാലും അത് തെറ്റായിട്ടേ തീരൂ. നല്ലത് പറഞ്ഞാലും അത് തെറ്റായിട്ടേ മാറും. മതി പറഞ്ഞത് പൊടി. നോക്കുമ്പോളെ ഭവാനി, അവള് പറഞ്ഞത് കാര്യമായിട്ട് എടുക്കണ്ട നീ. അമ്മായി, അവളൊരു വെളിവില്ലാത്തവളാണ്. അവള് പറഞ്ഞത് അത്ര കാര്യമായിട്ട് എടുക്കണ്ടേ? ആ വീട്ടിലുള്ളവരെല്ലാവരും കരയുന്നത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. പാവം പയ്യൻ രവി നടന്ന കാര്യങ്ങളൊക്കെ മറന്നുപോയി അവൻ സാധാരണഗതിയിലാകുന്നതിന്
ഒരുപാട് കാലമെടുക്കും. അവർക്ക് ആശ്വാസം കൊടുത്ത് കൂടെ നിൽക്കുന്നല്ലേ. അവരെ ആശ്വസിപ്പിക്കാൻ മാത്രമല്ല, അവര് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പോലും പറയാൻ പറ്റാതെ ഞാൻ നിന്നു. തല കുനിച്ചാ ഞാൻ നിന്നത് ചേട്ടാ. മരിച്ചുപോയത് ഭവാനിയുടെ ചേട്ടൻ മാത്രമല്ല, അവരുടെ എല്ലാവരുടെയും വിശ്വാസം കൂടെ ഇല്ലാണ്ടായത്. അവരുടെ വീട്ടിലെ കുലദേവതയെ പ്രാർത്ഥിക്കുന്ന ആ നാഗദേവതയെ അവർക്ക് ദോഷം ചെയ്ത ആളായിട്ട് അവരിപ്പോ കാണുന്നത്. ഭക്തിയോടെ പ്രാർത്ഥിച്ചൊന്ന ആ നാഗം തന്നെ അവരുടെ വീട്ടിൽ ഒരാളെ കൊന്നു എന്നാ അവര് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് നാഗദേവതയോട് വെച്ചിരുന്ന ഭക്തിയും ആദരവും എല്ലാം ഇല്ലാണ്ടായി ചേട്ടാ. അതെനിക്ക് ഉറപ്പാ. ശത്രുക്കൾ അവിടെ നല്ലതുപോലെ ജയിച്ചിരിക്കുകയാണ്. വിശ്വാസം ഒരാൾക്കില്ലെങ്കിൽ ധൈര്യം അവർക്കില്ലാതാകും. അതിനുശേഷം മനുഷ്യർ പേടിച്ചു പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തവരായി മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ജനങ്ങൾ നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന വിശ്വാസത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശത്രുക്കൾ ആ പയ്യനെ കൊന്നുകളഞ്ഞത്. എന്നുവെച്ചാ ഏത് പാമ്പാണോ പൊട്ടുവെച്ച് അവരുടെ വിശ്വാസത്തെ സത്യമാക്കിയത്, അതേ വിശ്വാസത്തെ നമ്മൾ പാമ്പുകളുടെ മേൽ സംശയമാക്കി മാറ്റാൻ അവർ തീരുമാനിച്ചു. അവർ വിചാരിച്ചതുപോലെ തന്നെ എല്ലാം നടന്നു. അവര് ചോദിക്കുന്ന ചോദ്യവും അവര് പറയുന്ന കാര്യങ്ങളും വെച്ച് നോക്കുമ്പോ എനിക്ക് നിങ്ങൾ പറയുന്ന ശരി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചേട്ടാ. തോന്നൽ മാത്രമല്ല, നടന്ന തോത് തന്നെയാ. ആ വീട്ടിനും നാഗജാതിക്കും ഒരു പവിത്രമായ ബന്ധമുണ്ട്. ആ ബന്ധമുള്ളത് കൊണ്ടാണ് ആ കൈലാസത്തിലെ ശിവന്റെ കഴുത്തിലിരിക്കുന്ന പാമ്പ് താനെ ഭൂമിയിൽ വന്ന് അവർക്ക് പൊട്ടുവെച്ചത്. ശരിയല്ലേ? അതെ, ശരിയാണ്. അങ്ങനെയുള്ളപ്പോ ആശീർവാദം കൊടുത്ത് ജീവിതം കൊടുത്ത ആ പാമ്പ് എന്തിനു തിരിച്ച് ഇങ്ങനെയൊക്കെ പെരുമാറണം? ഇന്നലെ രാത്രി സത്യത്തിൽ കോവിൽപ്പടി കയറി വരാൻ ആരും ശ്രമിച്ചിട്ടില്ല. ക്ഷേത്രത്തിന് കാവൽക്കാരായ നമ്മളും ആരെയും കൊത്തിക്കൊല്ലാൻ ശ്രമിച്ചിട്ടുമില്ല. അവൻ എവിടെയോ വെച്ച് കൊന്നതിന് ശേഷം കോവിലിന്റെ പടിയിൽ കൊണ്ടുവന്ന് തള്ളിയതാണ്. കോവിലിന്റെ പടി കാക്കുന്ന നാഗങ്ങളെ പഴിചാരുന്നതിന് വേണ്ടി നമ്മളെ ചതിക്കുവാൻ വേണ്ടി ആരോ ചെയ്തതാണ് ഇതൊക്കെ. അങ്ങനെ ചെയ്തത് ആരാണെന്ന് തീർച്ചയായും കണ്ടുപിടിക്കണം. ആരായിരിക്കും അത്? കൈ നോക്കാനുണ്ടോ? കൈയ്യ്. കൈ നോക്കാനുണ്ടോ? കൈ. നടന്നതും പറയും, നടക്കാൻ പോകുന്നതും പറയും, ഉള്ള കാര്യം ഉള്ള പോലെ തന്നെ പറയും. കൈ നോക്കാനുണ്ടോ? കൈ. നീ ചെയ്യേണ്ട കാര്യങ്ങൾ നീ ചെയ്താ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യും. കൈ നോക്കാനുണ്ടോ? കൈ.
നടന്നതും ഞാൻ പറയും, ഇനി നടക്കാൻ പോകുന്നതും പറയും. ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറയും. കൈ നോക്കാനുണ്ടോ? കൈ. വാഗ്ദാനങ്ങൾ കൊടുത്ത് ആൾക്കാരെ പറ്റിക്കുന്നതാണോ നിന്റെ ജോലി? ഇനി എന്ത് കള്ളം പറയാൻ നീ തിരിച്ചു വന്നിരിക്കുന്നത്? കള്ളം പറയേണ്ട ആവശ്യം എനിക്കിതുവരെ വന്നിട്ടില്ല കുട്ടി. കള്ളം പറയുക എന്നത് നിന്റെ ശീലമാണ്. നീ എന്നോട് പറഞ്ഞതെല്ലാം കള്ളമാണ്. ഞാൻ പറയുന്നത് നീ കേൾക്ക്. പുറ്റില് പൂജ ചെയ്ത് നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തിയാൽ എന്റെ ഏട്ടത്തി സുമംഗലിയായിരിക്കുന്ന നീ പറഞ്ഞതല്ലേ? നീ പറഞ്ഞതുപോലെയല്ലേ ഞാൻ ചെയ്തത്? നീ പറഞ്ഞതുപോലെ 11 വീടുകളിൽ പോയി ഞാൻ ഭിക്ഷ എടുത്തു. അതുപയോഗിച്ച് മുരുകൻ സ്വാമിക്ക് ഞാൻ നിവേദ്യം അർപ്പിച്ചു. എന്റെ ഏട്ടന് നല്ലത് നടക്കാനും എന്റെ ആഗ്രഹങ്ങൾ സാധിക്കാനും വേണ്ടി. നീ പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ചെയ്തില്ലേ? എന്നിട്ട് എന്താ നല്ലത് നടന്നത്? ജീവനോടെയുണ്ട്. ഉറപ്പായി ഒരു ദിവസം വീട്ടിൽ വരുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ ജീവനില്ലാത്ത ശരീരമാണ് കിട്ടിയത്. ഇതുപോലെയൊക്കെ നടക്കാനാണോ അന്ന് എന്നെ കൊണ്ട് ചെയ്യിച്ചത്? എന്റെ ഏട്ടൻ എങ്ങനെയാ മരിച്ചത്? ആരാ കൊന്നത്? പറയ. എന്തൊന്നും പറയാത്തത്? എന്റെ ഏട്ടൻ എങ്ങനെയാ മരിച്ചതെന്ന് നിങ്ങൾ പറയ. സന്തോഷമായി ജീവിക്കണമെങ്കിൽ അതിനു മുന്നേ നമ്മൾ കഷ്ടപ്പെടണം. പറഞ്ഞ വാക്ക് ഫലിക്കണമെങ്കിൽ അതിന് പരീക്ഷണങ്ങൾ വിജയിച്ചു വരണം. സത്യം ഒരിക്കൽ പുറത്തു വരിക തന്നെ ചെയ്യും. എന്ത് സത്യം അറിയേണ്ടത്? എന്റെ ഏട്ടൻ മരിച്ച സത്യമല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്റെ കൺമുന്നിൽ കൂടി ഏട്ടന്റെ ഡെഡ് ബോഡി എടുത്തോണ്ട് പോയത് സത്യമല്ലെന്നാണ് പറയുന്നത്. എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചു ചെറുക്കൻ അവന്റെ അച്ഛന് ശേഷക്രിയ ചെയ്തത് അത് സത്യമല്ലെന്നാണ് നിങ്ങൾ പറയുന്നത്? പണം സമ്പാദിക്കുന്നതിന് വേണ്ടി വായി തോന്നുന്ന കള്ളമൊക്കെ വിളിച്ചു പറഞ്ഞ് എതിരെ നിൽക്കുന്നവരെ ദ്രോഹിച്ച് കള്ളമൊക്കെ പറയുന്നതിന് നിനക്ക് എങ്ങനെയാ മനസ്സ് വരുന്നത്? നിന്റെ കോപത്തിലും വേദനയിലും വളരെ വലിയൊരു ന്യായമുണ്ട്. നിനക്ക് മനഃശാന്തിയും സമാധാനവും കിട്ടുന്ന ഒരു നല്ല കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. പോകാൻ പറഞ്ഞ നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഞാനെന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറയുന്നത് നീ കേൾക്ക്. നീ എന്ത് പറഞ്ഞാലും ഞാൻ അത് കേൾക്കുകയില്ല, വിശ്വസിക്കുകയില്ല. നീ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ നിന്നെ ഇനിയും വിശ്വസിക്കണമെങ്കിൽ എനിക്ക് ഭ്രാന്തുണ്ടോ? ഒരു പ്രാവശ്യം ഞാൻ പറ്റിക്കപ്പെട്ടു. വീണ്ടും വീണ്ടും നീ പറയുന്നത് കേട്ട് ഞാൻ പറ്റിക്കപ്പെടാൻ നീ വിചാരിക്കും പോലെ ബുദ്ധിയില്ലാത്ത ആളൊന്നും അല്ല ഞാൻ. ആദ്യം ഇവിടെ നിന്ന് പോ നോക്ക്. ഒരേ ഒരു തവണ ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ നീ. ആദ്യം ഇവിടെ നിന്ന് പോ നോക്ക്. പോകാൻ പറഞ്ഞ നിനക്ക് മനസ്സിലാവുന്നില്ലേ? അതല്ല നീ പോ.
ശരി, അങ്ങനെ ആവട്ടെ. ഞാൻ ഇവിടെ നിന്ന് പോകാം. പോകുന്നതിന് മുമ്പേ ഞാൻ പറയുന്നത് നീ കേട്ടാലും കേട്ടില്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് പോയിക്കൊള്ളാം. ഇപ്പൊ 7 ഗ്രഹവും ഒരേ സ്ഥലത്ത് സന്ധിക്കുകയാണ്. വളരെ ആപത്തായ ഒരു കാലമാണിത്. ആ സമയത്ത് കഷ്ടം നിന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. ആ 7 ഗ്രഹങ്ങളുടെ സംയോജനം നിനക്ക് തീരാത്ത വേദനകളാണ് നൽകാൻ പോകുന്നത്. എന്ത് നടക്കും? ഞാനും മരിച്ചു പോവോ?